ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. സോ ഇന്ന് ഞങ്ങളുടെ രൂപം കണ്ടിട്ട് ഞെട്ടണ്ട, ഞങ്ങളുടെ ശരിക്കത്തെ ദിസ് ഇസ് ഹൗ വി വോക്ക് അപ്പ് ലുക്കിലാണ് നമ്മൾ ഈ വീഡിയോയിലുള്ളത്. എന്ത് ഞാൻ പോണം ഉറപ്പാ? സോ നമ്മളെ പറഞ്ഞു വിട്ടു ഗൈസ്, നമ്മൾ 42 ആകാൻ പോവാണ്. സോ രാവിലെ എണീറ്റപ്പോൾ വിഗു പറഞ്ഞു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് വിഗു ഉണ്ടാക്കാമെന്ന്. പൂരി ബാജിയായിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷേ രാവിലെ മനസ്സിലായത് നമ്മുടെ കയ്യിൽ ബാജി ഉണ്ടാക്കാൻ ഉരുളക്കിഴങ്ങില്ലാന്ന്. പക്ഷേ നമ്മളെ വീട്ടിനടുത്ത് തന്നെ ഒരു കടയുണ്ട്. സോ നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കിട്ടാൻ ഭയങ്കര ഈസിയാണ്. സോ എന്നെ പറഞ്ഞു വിട്ടു അവിടുന്ന് ഉരുളക്കിഴങ്ങ് വാങ്ങി വരാൻ വേണ്ടിയിട്ട്. സോ കുറച്ച് മുന്നേ ഇൻസ്റ്റഗ്രാമിൽ എയർ ഫ്രയറിൽ പൂരി ഉണ്ടാക്കുന്ന ഒരു റെസിപ്പി നമ്മൾ കണ്ടായിരുന്നു. സോ എന്തായാലും ഒന്ന് പൂരി ഉണ്ടാക്കുകയാണ്, നമ്മുടെ കയ്യിൽ എയർ ഫ്രയറും ഉണ്ട്. സോ അത് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. സോ അതിലെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം കുറച്ച് വെള്ളം ബോയിൽ ചെയ്തിട്ട് നമ്മൾ പൂരി ഒരു 2 to 3 minutes അതിൻ്റെ അകത്ത് ബോയിൽ ചെയ്യണം. എന്നിട്ട് പൂരി താനേ ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് വരും. അപ്പോഴാണ് നമ്മൾ പൂരി പുറത്തേക്ക് എടുക്കേണ്ടത്. പൂരി ഫ്ലോട്ട് ചെയ്ത് വന്നു. ഐ തിങ്ക് 2 to 3 minutes വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഐ ആം കൺഫ്യൂസ്ഡ്. ഫസ്റ്റ് പൂരി നമ്മൾ ഇതിനുള്ളിൽ വെച്ചു. ലെറ്റ്സ് സീ ഓഫ് ട്രൂത്ത്. അയ്യേ, ഇതെന്താ ഇങ്ങനെ? സോ ആദ്യത്തെ പൂരി ഫ്ലോപ്പായി. അത് പക്ഷേ ചെറുതായിട്ടൊന്ന് ഒരു കട്ട് വീണായിരുന്നു. സോ അതുകൊണ്ടാണോ അത് മര്യാദയ്ക്ക് വരാങ്ങിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മളൊരു സെക്കൻഡ് പൂരിയും കൂടെ വെച്ച് നോക്കി. സോ ഇങ്ങനെയായിരുന്നു നമ്മുടെ പൂരി ഇരിക്കുന്നുണ്ടായിരുന്നു, ഈ ഒരു ടെക്സ്ചറിൽ. പക്ഷേ ആ വീഡിയോയിൽ പൂരി നല്ല പൊന്തി നമ്മുടെ നോർമൽ പൂരി പോലെയായിരുന്നു. അങ്ങനെ എയർ ഫ്രയർ പൂരീസ് ബാക്ക് ടു ബാക്ക് ഫ്ലോപ്പ് ആയപ്പോൾ വി വെൻ ബാക്ക് ടു അവർ ഗുഡ് ഓൾഡ് വേ ഓഫ് ഫ്രൈയിങ് ഇറ്റ് ഇൻ ഓയിൽ. അങ്ങനെ അവസാനം ഫൈനലി ഓയിലിൽ പൊരിച്ച നല്ല ടേസ്റ്റി പൂരീസാണ് ഞങ്ങൾ കഴിച്ചത്. സോ നിങ്ങൾ ആരെങ്കിലും എയർ ഫ്രയറിൽ പൂരി ഉണ്ടാക്കിയിട്ട് വിജയിച്ചിട്ടുണ്ടെങ്കിൽ ഡു കമൻറ്റ് ബിലോ ആൻഡ് ലെറ്റ് us know what you did.